എനിക്ക് ട്രെയിനിൽ വച്ചുണ്ടായ ഒരു സംഭവമാണ്, വേറെ ഒന്നുമല്ല. ഞാൻ അതേപോലെ തന്നെ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നൈറ്റായിരുന്നു. നൈറ്റ് ഞാൻ പൊതുവേ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ കോട്ടൊക്കെ എടുത്തിട്ടിട്ടാണ് ഞാൻ ചെന്ന് നിൽക്കണമായിരുന്നു. പൊതുവേ കോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഫുള്ള് മൂടിക്കെട്ടി അങ്ങനെ ഞാൻ നിൽക്കുള്ളൂയിരുന്നു. പക്ഷേ അന്ന് ഞാൻ എന്ത് ചെയ്ത് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കോട്ട എടുത്തിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനവിടെ പുറത്ത് നിൽക്കുകയാണ്. ട്രെയിൻ വന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് രാത്രിയായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരാൾ നല്ലൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു 40-45 വയസ്സുണ്ട് പുള്ളീനെ കാണുമ്പോൾ. അപ്പോൾ പുള്ളി എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കാണെന്ന്. അപ്പോൾ പുള്ളി നോക്കുന്നത് എനിക്ക് തോന്നി എൻ്റെ ഗോൾഡിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കോട്ടൊന്നും ഇടാണ്ട് വെറുതെ നിൽക്കായിരുന്നു. കോട്ട് ഉള്ളിൽ കയറിയിട്ട് ഇടാന്ന് വിചാരിച്ചു. കോട്ടിട്ട് ഞാൻ ഫുള്ള് മൂടി കിട്ടുമ്പോൾ നമ്മുടെ ഗോൾഡൊന്നും കാണത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾക്ക് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കാണ്, കക്ഷി ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇയാൾ നോക്കുന്നത് എന്തുദ്ദേശത്തിലാണ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇയാൾ നോക്കിയിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാല, വള, അപ്പം ഗോൾഡൊക്കെ അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി നോക്കിയിരുന്നത് ഈ ഗോൾഡിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഗോൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വലിയ ഗോൾഡൊന്നുമല്ല, അത്യാവശ്യം ചെറിയ ചെറിയ ഗോൾഡുകളാണ്. മാല തന്നെ 1 പവൻ്റെ അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് കണ്ടു കഴിഞ്ഞാൽ 1 പവനാണ് തോന്നിയില്ല, ചെറിയതാണ്. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ, ചെറിയ ഇതാണല്ലോ ഇടുന്നത്. ഇപ്പോൾ വള തന്നെയായാലും 3/4 പവൻ്റെ ആണെങ്കിലും. പക്ഷെ ഭയങ്കര കുഞ്ഞു വളയായിരുന്നു ഇട്ടിരുന്നത്. കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിതാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ ഒരിത്, അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ആ ഗോൾഡിലാണ് കണ്ണ് വച്ചേക്കണത് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുള്ളി എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഈ പുള്ളീനെ മുഖത്തോട്ട് ദേഷ്യം പിടിച്ച് ഞാൻ നോക്കുമായിരുന്നു. നോക്കണ സമയത്ത് ഈ പുള്ളി വേഗം ഞാൻ നോക്കാത്ത സമയത്ത് മാത്രമാണ് ഈ പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നത്. അത് നോക്കുന്നത് എനിക്കിങ്ങനെ നമുക്കിങ്ങനെ ഒരു ദൃഷ്ടി ഉണ്ടല്ലോ, ആ ഒരു ഇതും കൊണ്ട് മനസ്സിലാവുമ്പോൾ ഞാൻ ഈ പുള്ളിനെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളി അങ്ങനെ കുറേ പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഞാൻ നിന്ന കോച്ചില്ല, ആ കോച്ചിൻ്റെ അപ്പുറത്തോട്ട് പുള്ളി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ പുള്ളി പോയി, ഓക്കെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 2 പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പുള്ളീനെ നോട്ട് ചെയ്യാം. പോലീസുകാർ വരുമ്പോൾ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവില്ല. കള്ളനാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണയൊന്നുമല്ല, പുള്ളി അതേപോലെ വാച്ച് ചെയ്യണ്ടായിരുന്നു, എനിക്കത് മനസ്സിലാവണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നോക്കി അവിടെ നിന്നുകൊണ്ട് ഞാൻ പുള്ളീനെ നോക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പെട്ടെന്ന് കുമ്പിട്ടുകൊണ്ട് നിന്ന്. എന്നിട്ട് പോലീസുകാർ അങ്ങോട്ട് പുള്ളീനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ആ പോലീസുകാർ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയി പുള്ളി കള്ളനാണെന്ന്. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ വന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളി ആ കോച്ചിൽ നിന്ന പുള്ളി എന്ത് ചെയ്ത് പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നേക്കണം. ഞാൻ കയറുന്ന അതേ ഇതിലൂടെ കയറാനായിട്ട് പുള്ളി വന്നേക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, നല്ല തിരക്കുണ്ടായിരുന്നു കയറാനായിട്ട്, ആൾക്കാർ കയറാനായിട്ട് ഇത് തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബുക്ക് ചെയ്തതാണല്ലോ, അപ്പം നമ്മൾ തിരക്കിട്ടൊന്നും കയറണ്ട. പക്ഷേ ഈ പുള്ളി ഇങ്ങനെ വന്ന് കാരണം ഞാൻ കയറുന്ന സമയത്ത് എന്തെങ്കിലും മാല പൊട്ടിക്കാനോ എന്താണെന്ന് എനിക്കറിയില്ല. പുള്ളി ഞാൻ കയറുന്നത് നോക്കി പുള്ളി ഞാൻ ബാക്കിൽ നിന്നു. പുള്ളി എത്രയായാലും ഞാൻ കയറുന്നതിൻ്റെ ഇടയിൽ പുള്ളി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് അപ്പുറത്തെ ഇതിലോട്ട്, ആ ഒരു കോച്ചിൻ്റെ അപ്പുറത്തെ ഇതിലോട്ട് പോയി. അപ്പുറത്തെ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇയാൾ ഇവിടെ നിൽക്കണോണ്ട് ഞാൻ അപ്പുറത്തോട്ട് കയറാൻ പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ നൈസായിട്ട് അങ്ങോട്ടേക്ക് വന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. അന്ന് ഇപ്പുറത്തുനിന്ന് കയറാമെന്ന് വിചാരിച്ചു, അയാൾ അതിലെ കയറിക്കോട്ടെ എന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്ത് നൈസായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ലാസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്തിരി തിരക്കുണ്ടായപ്പോൾ ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പുറത്ത് തിരക്ക് പിന്നെ കുറഞ്ഞു, ആരുമില്ല കയറാനായിട്ട്. അപ്പം തന്നെ ഞാൻ വേഗം ഓടി അപ്പുറത്തേക്കൂടെ പോയി ഞാൻ കയറി. അപ്പോഴേക്കും തന്നെ ഇയാൾ ഇതിൽ കയറിയിട്ട് നമ്മുടെ സീറ്റ് നോക്കിയായിരിക്കുമല്ലോ വന്നത്. ഞാൻ എൻ്റെ സീറ്റ് നോക്കി വന്ന സമയത്ത് പക്ഷേ ഇയാൾ സീറ്റ് നോക്കിയല്ല, ഇയാൾ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വന്നു. നമുക്ക് മനസ്സിലാവില്ല, ഒരാൾ സീറ്റ് നോക്കി വരുന്നതും നമ്മളെ ടാർഗറ്റ് ചെയ്ത് വരുന്നതും മനസ്സിലാവില്ല. ഞാൻ സീറ്റ് നോക്കി ചെല്ലയല്ല, ഇയാൾ എന്നെ നോക്കി ടാർഗറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫേസ് ടു ഫേസ് ഞാൻ നിന്നുകൊണ്ട് ഇയാളെ ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യം പിടിച്ചിങ്ങനെ അങ്ങോട്ട് നോക്കി ആ ഒരു നോട്ടത്തോടുകൂടി തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളൊന്നില്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടപ്പെട്ടവരെ അറിയിക്കാം, അല്ലെങ്കിൽ ഇപ്പം അടുത്തുള്ള ആരെങ്കിലും അറിയിക്കാം. പക്ഷേ എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അയാളെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അയാളുടെ ഫേസ് ടു ഫേസ് ഒന്ന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് പേടിച്ച് വേഗം അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ മിക്കപ്പോഴും രാത്രിയൊക്കെ ട്രെയിൻ വരുമ്പോൾ അപ്പർ ബർത്താണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അപ്പർ ബർത്തിൽ തൊട്ടടുത്ത് പെൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് പെൺപിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ആൺപിള്ളേർ, ചെറുപ്പക്കാർ ആൺപിള്ളേരായിരുന്നു.
അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു അവരോട് എങ്ങാനും പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായൊന്നുമില്ല. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ ഒറ്റയ്ക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പൊതുവെ ഗോൾഡ് ഉപയോഗിക്കാതിരിക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഇത് ഉണ്ടായേക്കണത്. കാരണം ഗോൾഡൊക്കെ ഇങ്ങനെ നോക്കി എന്ന് വെച്ചാൽ കള്ളന്മാർ ആ ഒരു തരത്തിൽ വരുന്നൊരു സിറ്റുവേഷനൊക്കെ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായേക്കണത്. ഇപ്പം ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ ഇപ്പം അമ്പലത്തിലൊക്കെ ഇങ്ങനെ വലിയ തിരക്കുള്ളിടത്തൊക്കെ പോകുമ്പോൾ ഗോൾഡ് ഉപയോഗിക്കുമ്പോഴും നെക്ലസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകുമ്പോഴും ഞങ്ങൾ 2 വീലറിനൊക്കെ പോകുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഗോൾഡും ഇങ്ങനെ കൈവച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പോണത്. കാരണം അവരത് പൊട്ടിച്ചുകൊണ്ടു. ഇപ്പോഴത്തെ കാലത്ത് ഗോൾഡിനൊക്കെ നല്ല ക്യാഷാണ്. അപ്പോൾ അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ആ ഒരു തരത്തിൽ അവരത് പൊട്ടിച്ചുകൊണ്ടു. അപ്പം ഞാൻ പൊതുവെ ഇങ്ങനെ കൈവച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്ത് ഫാൻസി ഐറ്റംസിന് പിടിച്ചു. ഫ്ലിപ്കാർട്ട് വഴി ഇങ്ങനെ ഓരോന്ന് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഫാൻസി ഐറ്റംസിനും പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല. ഇന്നാളെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഫാൻസി ഐറ്റംസാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്. നമ്മൾ ഗോൾഡ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ, ഇപ്പോഴത്തെ കാലത്ത് ഗോൾഡ് ഇട്ടുകൊണ്ട് നമുക്ക് അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അമ്പലങ്ങളിലോ തിരക്കുള്ള സ്ഥലങ്ങളിലോ ഉത്സവത്തിനൊന്നും ഒരിക്കലും ഗോൾഡ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. സാധാരണ ഗോൾഡ് ഇട്ടുകൊണ്ട് പോകുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം തിരക്കിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കും. പിന്നെ ഷോൾ ഇട്ട് ഇങ്ങനെ പൊതിയും. ആ ഒരു തരത്തിൽ നമുക്ക് ഒട്ടും കൂടെ ഒരു ഡിസ്കംഫർട്ടായിരിക്കും. നമുക്കൊരു ആത്മവിശ്വാസം കുറവായിരിക്കും. അതേസമയം നമ്മൾ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് നല്ലൊരു ഒരു റിലാക്സേഷൻ എന്ന് പറയാം. കാരണം നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. പക്ഷേ നമ്മൾ ഗോൾഡ് ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺഫിഡൻസ് അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഗോൾഡ് എന്ന് പറഞ്ഞ സാധനത്തിന് അത്രയും വില ആയതുകൊണ്ട് ആൾക്കാർ പൊട്ടിക്കാനായിട്ട് കാത്തിരിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗോൾഡൊക്കെ ഞാൻ ഊരി വെച്ച് ഇപ്പം ഫാൻസി ഐറ്റംസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്.